വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ 14 കുട്ടിക്ക് അമ്മാവന്റെ ജീവിതത്തിൽ കടപ്പുറത്താണ് ഞങ്ങള്. ഇതിനു മുമ്പ് നിങ്ങൾ എത്ര പ്രാവശ്യം വന്നാണ് കൊടുങ്ങല്ലൂർക്ക് ക്ഷേത്രാതിട്ടാണ്ടത്? പള്ളി നിങ്ങൾ കൊടുങ്ങല്ലൂർ പള്ളിയിൽ അതെന്നാ കുറെ മുമ്പാ? നിങ്ങള് അതിന്റെ മുന്നേ എത്ര വന്നു? വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ 14 കുട്ടിക്ക് വരാത്ത വന്നുക്കളോ രണ്ടാമട്ടം ചോദിച്ചാൽ പിന്നെയും ചോദിച്ചാ നമ്മൾ കാണാത്ത അതിശയങ്ങൾ കണ്ടു എന്നില്ലാണ് നമ്മളിപ്പോ ഈ ലൈവ് കൂടെ പറഞ്ഞത്. ആ മക്കളതൊന്ന് ഷെയർ ചെയ്തില്ലേ? ഞാൻ യൂട്യൂബിൽ നിങ്ങളെ കാണാറുണ്ടല്ലോ. അപ്പോ ചേരാമമ്പള്ളിയില് ഞാൻ സെക്യൂരിറ്റി അല്ലേ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ വന്ന് കണ്ടപ്പോ ഒരു അതിശയം. ആണോ അല്ലേന്ന്? ആണോ അല്ലെന്ന് മുഖത്തോട് കൊറേ നോക്കി. ആരെ മുഖത്തൊക്കെ നോക്കിയ ആദ്യം കുട്ടിപ്പാനം തന്നെയാണ്. എന്നെ കണ്ടപ്പോ മനസ്സിലായില്ലേ പെട്ടെന്ന്? മനസ്സിലായി. അങ്ങനെ പിന്നെ ബന്ധപ്പെട്ടു. അങ്ങനെ പിന്നെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവരായിട്ട് പോരെ ചെയ്തത് വീട്ടില്. അപ്പൊ കാൽച്ചായ കടിച്ചു. കാലിച്ചായല്ല ഞങ്ങൾ പറഞ്ഞ ഒന്നും വേണ്ട. എന്തായാലും ഞങ്ങൾ ചേരമാൻ മസ്ജിദിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ രാത്രി ഡ്യൂട്ടി പകലും ഉണ്ടാവാറുണ്ട് ഡ്യൂട്ടി. സത്യേട്ടന് അവിടെ ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് സഹായം അദ്ദേഹം ചെയ്തു തരും. എൻ്റെ അമ്മാവന് ആദ്യം നമ്മളെ ചീനവലട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചീനിവലല്ല തണ്ടാടി കെട്ടീന് കാട്ടിക്കൊണ്ട് കൂടെ. അല്ലാതെ ചീനവല നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ചീനവല കുറെ മുമ്പ് ചീനവലയിൽ ജോലി ചെയ്തിരുന്നു. ആരോട് പറഞ്ഞു? എന്നോട് പറഞ്ഞു. മീൻ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടിപ്പാക്കാക്ക് പിന്നെ കുട്ടിപ്പാക്കാന്റെ പിന്നെ ഫാദറൊക്കെ ചീനവലന്റെ ജോലിക്കാരനെ നമുക്ക് അങ്ങനത്തെ ഒരു കച്ചവടം ഉണ്ടായിരുന്നില്ല. എന്റെ വാപ്പാട് ആധാരം കണക്കും ചോക്കാക്കണ പണിയാണ്. അല്ല ചീനവല നിങ്ങളും കണ്ടിട്ട് കിട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ചീനവലയിൽ നിങ്ങൾക്ക് രണ്ടുകൂട്ടർക്കും പണി ഇല്ലായിരുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാ കാണുന്നത്? മാക്സിമം ചൂണ്ടലുണ്ട്. ചീനവല രണ്ടാളും കണ്ടിട്ട് ലജ്ജ കണ്ടിക്കണോ? അല്ല ഞാൻ കണ്ടിട്ടില്ല. പൂർവികരാണല്ലോ. അല്ല ഞങ്ങൾ ചൂണ്ടലിട്ടി. അല്ല ചീനവല നിങ്ങൾ രണ്ടാളും പണിയെടുത്തില്ല. അപ്പൊ നിങ്ങൾ ചീനവല ആദ്യമായിട്ട് കാണുന്നത്? അത് ശരി. അപ്പൊ നമ്മൾ സത്യമായിട്ടിന് വേണ്ടി വന്നു. കടപ്പുറത്ത് എവിടെ ഉണ്ടല്ലോ ഒരു തൊടിയില്. എവിടെ? നമ്മളിവിടെ എവിടെയില്ല. നമ്മള് അതൊക്കെ വേണമെങ്കിൽ കേടുന്നുണ്ടോ? ഇവിടെയാണ് ഇപ്പൊ ശരിക്കും ചീനവല മീൻ പിടിക്കുന്നത് നമുക്ക് കാണിച്ചു. നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഫോളോവറായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നമ്മളെ സത്യേട്ടൻ മുഖാന്തരമാണ് ഇപ്പൊ ഞങ്ങള് കണ്ടത് ഈ ചീനവല കാണതും. മുനക്കൽ ബീച്ചിന്റെ കവാടത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിനൊക്കെ കാരണക്കാര് പ്രേക്ഷകരായ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരാണ്. അപ്പൊ നിങ്ങളോടാണ് നന്ദിയും കടപ്പാടുള്ളത്. ഹലോ ഗൈസ്, ഞാനിപ്പോ കടലിന്റെയും കായലിന്റെയും നടുക്കപ്പെട്ടൊരവസ്ഥയാണ്. ഇത് നോക്കി, ഇവിടെ കടല്, ഇത് കായല്. വല്ലാത്തൊരവസ്ഥയിലാട്ടോ. എങ്ങനെ രക്ഷപ്പെടണം എന്നറിയില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരുമോ? നോക്കി നിങ്ങള്, ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. നിങ്ങൾ ഈ ഒരു കാഴ്ച, ഈ ഒരു അനുഭൂതി കാണണമെന്നെങ്കിൽ നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരിട്ട് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയും. ഇതാ ഈ ഭാഗത്ത് കടലും, അതോടൊപ്പം ഒരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഒരു വിമാനം ഇങ്ങനെ വരുന്നത്. അത് അതിലും വലിയൊരു മനോഹര കാഴ്ച കണ്ടോ. അങ്ങനെ ആകാശ കാഴ്ചയും സമുദ്രത്തിന്റെ കാഴ്ചയും എന്താ പറയാ കായലിന്റെ കാഴ്ചയും എല്ലാ കാഴ്ചയും എന്താ പറയാ ഇന്നത്തെ ദിവസം ഒരു വേറില്ല. അതോട് അത് വല്ലാത്തൊരു കാഴ്ച, വല്ലാത്തൊരു കാഴ്ച. അമ്മാവനെ ഇന്ത്യ അമ്മാവന്റെ ജീവിതത്തിൽ കടപ്പുറത്താണ് ഞങ്ങള്. കടലിന്റെ കായലിന്റെ നടുക്ക് രക്ഷമാണ്. കടലിന് കായലിന് നടുക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഞാൻ കായലിന്റെ ഇടയിൽ നടുവിൽ പെട്ടു എന്ന് പറഞ്ഞ പോലെ. നോക്കിക്കളി, ഒരു ഭാഗത്ത് ചീനവല. ജീവിതത്തിൽ എന്റെ അമ്മാവൻ ആദ്യമായിട്ടാണ് അത്ര കാണുന്നത്.
ഞങ്ങൾ രണ്ടാളും ഇപ്പൊ നടനെ കാണുകയാണ്. ഇത് സിനിമയിലൊക്കെ കാണാന്നല്ലാതെ ഇതൊക്കെ നമ്മള് തൃശ്ശൂർ തന്നെ ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആകെ 100 കിലോമീറ്റർ ഉള്ളു. പക്ഷെ ഇതൊക്കെ കാണാൻ ഭാഗ്യം കിട്ടിയത് ദൈവത്തോടും എന്റെ പ്രേക്ഷകരായ നിങ്ങളോടും സത്യേട്ടനോടൊക്കെ നന്ദി പറയാണ്. എല്ലാവരും കടല് കായല് ഇന്റെ കുട്ടാപ്പുറ സത്യേട്ടന് സത്യേട്ടന് നല്ലൊരാളെ കിട്ടിയത്. നിങ്ങളെ അടിച്ചു പൊളിക്കാൻ രണ്ടുപേരും അല്ലേ? അപ്പൊ ഓക്കെ ബൈ ബൈ.